32 വർഷം. ഇരിങ്ങാലക്കുട രൂപതാ മക്കളെ വാത്സല്യത്തോടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച അഭിവന്യ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ ഓർമ്മദിനം. അവശരോടും ആലംബഹീനരോടും അനുകമ്പ കാണിച്ചിരുന്ന പിതാവിൻ്റെ സ്മരണയ്ക്കായി പിൻഗാമിയായ അഭിവന്യ മാർ പോളി പിതാവ് ഹൃദയ പാലിയേറ്റീവ് കെയർ എന്ന സ്ഥാപനം ആരംഭിച്ചിട്ട് നന്മയുടെ വഴികളിൽ ഒരു നാഴികക്കല്ലുകൂടി പിന്നിടുകയാണ്. രൂപത റൂബി ജൂബിലിയുടെ ഭാഗമായി 2016 സെപ്റ്റംബർ 10 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഹൃദയ പാലിയേറ്റീവ് കെയർ ഇന്ന് സാന്ത്വന പരിചരണങ്ങളുടെ വഴിയിലൂടെ ബഹുദൂരം മുന്നോട്ടു പോയിരിക്കുന്നു. 2017 ജൂലൈ 6 ആളൂർ BLM ഓഫീസ് കേന്ദ്രമാക്കി പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി പാലിയേറ്റീവ് കെയർ എന്ന പേരിൽ ട്രസ്റ്റ് നമ്പർ 85/4/17 രൂപീകൃതമായി. ട്രസ്റ്റിലെ പ്രഥമാംഗങ്ങൾ ചെയർമാൻ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാട്, ഇരിങ്ങാലക്കുട ബിഷപ്പ്. പ്രസിഡന്റ് മോൺസഞ്ഞോർ ലാസർ കുറ്റിക്കാട്, വികാരി ജനറൽ. ഡയറക്ടർ ഫാദർ സണ്ണി കളമ്പനാത്തടത്തിൽ. സെക്രട്ടറി കം ട്രഷറർ ഫാദർ തോമസ് കണ്ണംപള്ളി. മറ്റു ട്രസ്റ്റികൾ ഫാദർ വർഗീസ് അരിക്കാട്ട്, ഫിനാൻസ് ഓഫീസർ ഇരിങ്ങാലക്കുട. ഫാദർ വർഗീസ് പാത്താടൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സെയിൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ ചാലക്കുടി എന്നിവരാണ്. പാലിയേറ്റീവ് കെയർ എന്ന പ്രസ്ഥാനം പിന്നിട്ട വഴികളിൽ നായകസ്ഥാനത്ത് നിന്ന് നയിച്ചവർ നിരവധിയാണ്. ഇരിങ്ങാലക്കുട മേഖലാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി ഫാദർ തോമസ് കണ്ണംപിള്ളി നിയമിതനാകുന്നു. ഹൃദയ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനായി ശ്രീ സണ്ണി പേങ്ങിപ്പറമ്പിൽ 2017 ആഗസ്റ്റ് 18 വാങ്ങിച്ചു നൽകിയ ആദ്യ ആംബുലൻസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആശീർവദിച്ചു. ചിക്കാഗോ രൂപതാ സഹായമെത്രാൻ മാർ ജോയ് ആലപ്പാട് ഫ്ലാഗ് ഓഫ് ചെയ്ത് പാലിയേറ്റീവ് പരിചരണങ്ങൾ ജനമനസ്സുകളിലേക്ക് യാത്രയാക്കി. പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ CSM പ്രൊവിൻഷ്യൽ ഇരിങ്ങാലക്കുട സെന്റ് വിൽസൺ ഡയബറ്റിക് ഹോസ്പിറ്റലിലെ 3 മുറികൾ സൗജന്യമായി നൽകുകയുണ്ടായി. അതോടൊപ്പം അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെയും നഴ്സുമാരുടെയും സേവനം കൂടി 3.5 വർഷക്കാലം സൗജന്യമായി ലഭിച്ചു. പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭ ദിശയിൽ തന്നെ ഡോക്യുമെന്റേഷൻ, ഹോം കെയർ, നഴ്സിംഗ് കെയർ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതും പ്രവർത്തന ശൈലി രൂപീകരിച്ചതും ഗവൺമെന്റ് റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീമതി ആനി ഡേവിസ് ചാക്കോരിയാണ്. അന്നും ഇന്നും ശക്തമായ സാന്നിധ്യമായി നിലകൊണ്ട് കഴിഞ്ഞ വർഷത്തെ കേരള സഭ സേവന പുരസ്കാരത്തിന് അർഹയായ അവരുടെ സേവനം അഭിനന്ദനാർഹമാണ്. മാള മേഖല പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് പാലിയേറ്റീവ് കെയറിൻ്റെ 2ാമത്തെ നാഴികക്കല്ലാണ്. 2017 ഡിസംബർ 8 മേഖല ഡയറക്ടർ ഫാദർ നവീൻ ഊക്കൻ്റെ നേതൃത്വത്തിൽ മേലടൂർ ഇൻഫന്റ് ജീസസ് ഹോസ്പിറ്റലിൽ സേവനം ആരംഭിച്ചു. തുടർന്ന് 2018 ഏപ്രിൽ 18 ചാലക്കുടി മേഖലാ ഡയറക്ടർ ഫാദർ വിൽസൺ മൂക്കനാം പറമ്പലിൻ്റെ നേതൃത്വത്തിൽ സെയിൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിനോട് അനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അപ്രതീക്ഷിതമായ
പ്രളയത്തിന് മുമ്പിൽ പകച്ചു നിന്ന നാനാജാതി മതസ്ഥരും നിസ്സഹായരുമായ ജനങ്ങൾക്കു വേണ്ടി ഹൃദയ പാലിറ്റീവ് കെയറിൻ്റെ 3 മേഖലകളും പ്രശംസനീയമായ വിധം ഉണർന്ന് പ്രവർത്തിക്കുകയുണ്ടായി. ഹൃദയയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ 2018 ജൂലൈയിൽ ഫാദർ തോമസ് കണ്ണമ്പിള്ളിയെ അസോസിയേറ്റ് ഡയറക്ടർ ആയും ഫാദർ ജെയ്സൺ വടക്കഞ്ചേരിയെ ഫിനാൻസ് ഓഫീസറായും മേഖല ഡയറക്ടർമാരായി ഫാദർ ടിൻഡോ കൊടിയൻ, ഫാദർ നവീൻ ഊക്കൻ, ഫാദർ വിൽസൺ മുക്കനാപ്പറമ്പിൽ, ഫാദർ അജോ പുളിക്കൻ എന്നിവരെയും നിയമിച്ചു. 2018 ഡിസംബർ 18 ഹൃദയയുടെ 4ാമത്തെ മേഖലയായി കൊടകര മേഖല ആളൂർ ഓഫീസ് കേന്ദ്രമാക്കി ഉദ്ഘാടനം ചെയ്തു. ഹൃദയയുടെ ഡയറക്ടറായി പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടുള്ള 2.5 വർഷത്തെ ബഹുമാനപ്പെട്ട സണ്ണി കളമ്പനാന്തടത്തിലച്ചൻ്റെ ശുശ്രൂഷകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. ജനുവരിയിൽ അഭിമന്യ മാർ പോളി കണ്ണുക്കാടൻ പിതാവ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ഫാദർ തോമസ് കണ്ണമ്പിള്ളിയെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിച്ചു. ഹൃദയ പാലിയേറ്റീവിൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന കേന്ദ്രമന്ദിരം ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ഇടവക സൗജന്യമായി തന്ന സ്ഥലത്ത് ഇരിങ്ങാലക്കുടയുടെ MC പോൾ, ആനി പോൾ ആൻഡ് സൺസ് എന്നിവരുടെ ഓർമ്മയ്ക്കായി മക്കൾ നൽകിയ 50 ലക്ഷത്തോടൊപ്പം ഉപകാരികൾ നൽകിയ സംഭാവനകളോടുകൂടി 2019 ഡിസംബർ 24 നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇരിങ്ങാലക്കുട സൗത്ത് നോർത്ത് റീജിയനുകൾ ഉൾപ്പെടുന്ന ഹെഡ് ഓഫീസ് എല്ലാ സംവിധാനങ്ങളോടും കൂടി 2020 നവംബർ മാസം 21 തൃശൂർ ജില്ലാ കളക്ടർ ബഹുമാന്യനായ ഷാനവാസ് IAS ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് ഡിസംബർ മാസം 23 പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഹൃദയയുടെ ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് സൗജന്യമായി കെട്ടിട സൗകര്യങ്ങൾ നൽകുന്ന മേലടൂർ ഇൻഫന്റ് ജീസസ് ഇടവകയ്ക്കും ചാലക്കുടി സെയിൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിനും ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ഇടവകയ്ക്കും ആളൂർ BLM MTCക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 2020 ജനുവരി 18 പുതിയ മേഖലാ ഡയറക്ടർമാരായി ഫാദർ ഡിപിൻ ഐനിക്കൽ, ഫാദർ ടോം വടക്കൻ, ഫാദർ വിമൽ പേങ്ങിപ്പറമ്പിൽ എന്നിവർ ചാർജ് എടുത്തു. തുടർന്ന് സെപ്റ്റംബർ മാസത്തിൽ ഫാദർ ഫ്രാങ്കോ പറപ്പള്ളിയും ഹൃദയയുടെ ഭാഗമായി. പാലിയേറ്റീവ് കെയറിൻ്റെ വെല്ലുവിളി നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും തുല്യതയില്ലാത്ത ത്യാഗബുദ്ധിക്കും സാക്ഷ്യമായ സമയമായിരുന്നു മാർച്ച് 2020. പ്രളയകാലത്തെന്ന പോലെ തന്നെ ഹൃദയ ഉണർന്നു പ്രവർത്തിച്ച സമയമാണ്. ലോകത്തെ മുഴുവനും സ്തംഭിപ്പിക്കുകയും ഭീതിയിലാഴ്ത്തുകയും ചെയ്ത ഈ കൊറോണ കാലഘട്ടം. കൊറോണയുടെ ആദ്യ നാളുകളിൽ സ്റ്റാഫ് അംഗങ്ങൾ PPE കിറ്റ് ധരിച്ച് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ സധൈര്യം തുടർന്നുകൊണ്ട് ലോക്ക്ഡൗൺ സമയത്ത് മരുന്നുകൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ഫേസ് മാസ്കുകളുടെ ലഭ്യത കുറഞ്ഞ സാഹചര്യത്തിൽ അവ വിതരണം ചെയ്യുവാനും ഭക്ഷണ കിറ്റുകൾ രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുവാനും ഹൃദയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കൊറോണ മരണങ്ങൾ കൂടിയ സമയം രോഗം ബാധിക്കുന്നവരിൽ പലർക്കും പോസ്റ്റ് കോവിഡ് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കൂടി വന്നിരുന്ന സാഹചര്യത്തിൽ ഹൗസ് ഹോൾഡ് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുടെ ആവശ്യം കൂടി വന്നപ്പോൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ചലഞ്ചുകൾ ആരംഭിക്കുകയുണ്ടായി. 27 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ലഭിക്കുകയും അവയെല്ലാം ആവശ്യാനുസരണം രോഗികൾക്ക് സൗജന്യമായി നൽകുവാനും
ഹൃദയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് കൊറോണ മഹാമാരി ലോകത്തെ വീർപ്പ് മുട്ടിച്ചപ്പോൾ കൊറോണ മരണങ്ങൾ കൂടി വന്ന് പരസ്പരം കാണുവാനോ രോഗബാധിതരായി മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ പോലും സംസ്കരിക്കുവാനോ ആരും ധൈര്യപ്പെടാത്ത സമയത്ത് ഹൃദയ പാലിയേറ്റീവ് കെയറിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീം ആരംഭിക്കുകയും 2020 ജൂലൈ 26 ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ മൃതസംസ്കാരം ഇരിങ്ങാലക്കുടയിൽ നടക്കുകയും ചെയ്തു. പിന്നീടങ്ങോട്ട് 186 ക്രൈസ്തവ മൃതസംസ്കാര ശുശ്രൂഷകൾ രൂപതയുടെ വിവിധ ഭാഗങ്ങളിലായി നടത്തുവാൻ ഹൃദയയ്ക്ക് സാധിച്ചു. അങ്ങനെ ഹൃദയ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ പ്രവർത്തനം ഇടവകകൾക്കും രൂപതയ്ക്കും വലിയ കൈത്താങ്ങായി മാറുകയുണ്ടായി. മലയോര മേഖലയിലേക്ക് സാന്ത്വന പരിചരണം എത്തിക്കുക എന്നത് അഭിമന്യ പോളി പിതാവിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. വെള്ളിക്കുളങ്ങര ഇടവാംഗമായ മുക്കാട്ടുകരക്കാരൻ ചെറിയ മകൻ ജോബി തൻ്റെ വീടും 35 സെൻറ് സ്ഥലവും തന്ന സ്ഥലത്ത് പുതിയ മേഖലാ ഓഫീസ് ആരംഭിക്കുവാനുള്ള ഉത്തരവാദിത്തം അഭിമന്യ പിതാവ് ഫാദർ ഫ്രാങ്കോ പറപ്പുള്ളിയെ 2020 സെപ്റ്റംബർ 17 ഏൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ 2020 നവംബർ 1 മലയോര മേഖലയായ വെള്ളിക്കുളങ്ങര മേഖല ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. മുക്കാട്ടുകരക്കാരൻ ചെറിയ മകൻ ജോബി കുടുംബത്തിനുള്ള ഹൃദയയുടെ നന്ദി അറിയിക്കുന്നു. 2022 ജനുവരി 20 ജോയിന്റ് ഡയറക്ടർ ഹൃദയ പാലിയേറ്റീവ് ആൻഡ് ഡയറക്ടർ ഹൃദയ മെഡിക്കൽസ് എന്നീ ചാർജുകളോടെ ഫാദർ ഷാജു ചെറിയത്തും പുതിയ അസിസ്റ്റൻ്റായി ഫാദർ പോൾ പൈപ്പള്ളിയും ചാർജ് എടുത്തു. തുടർന്ന് 2022 ജൂലൈ 25 അസിസ്റ്റന്റ് ഡയറക്ടറായി ഫാദർ റിൻഡോ തെക്കിനേത്തും ചാർജ് എടുത്തു. ഹൃദയ മെഡിക്കൽസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു പുതിയ ട്രസ്റ്റ് സ്ഥാപിച്ച് പാവപ്പെട്ട രോഗികൾക്ക് വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2022 മാർച്ച് 19 കത്തീഡ്രൽ ഇടവക ദേവാലയം സൗജന്യമായി നൽകിയ റൂബി ജൂബിലി കോംപ്ലക്സിലെ ഒരു കടമുറിയിൽ ഹൃദയ മെഡിക്കൽസ് ആരംഭിച്ചു. ഹൃദയ പാലിയേറ്റീവ് കെയറിലെ രോഗികൾക്ക് സൗജന്യമായും മറ്റു രോഗികൾക്ക് വളരെ വിലക്കുറവിലും മരുന്നുകൾ വിതരണം ചെയ്തു വരുന്നു. 2022 ജൂൺ 28 ഹൃദയ പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിൽ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ NSS കോവിഡ് സെൽ അംഗങ്ങളുടെ സഹകരണത്തോടെ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീം അംഗങ്ങളെ കാവൽ എന്ന പരിപാടിയിലൂടെ ആദരിക്കുകയുണ്ടായി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഹൃദയ പാലിയേറ്റീവ് കെയറിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾക്കു വേണ്ടി 100 രൂപ വീതം ഓരോ മാസവും നൽകുന്ന ഉപകാരികളെ കണ്ടെത്തുന്നതിനായി 100 രൂപ ചലഞ്ച് എന്ന പുതിയ പദ്ധതിക്ക് 2022 ഒക്ടോബർ 6 അഭിവന്ദ്യ മാർപ്പോളി കണ്ണുകാടൻ പിതാവ് തുടക്കം കുറിക്കുകയുണ്ടായി. 2022 ഒക്ടോബർ 10 ലോക സാന്ത്വന പരിചരണ ദിനമായി ഹൃദയ പാലിയേറ്റീവ് കെയറിൻ്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഫൊറാന പള്ളിയുടെ സഹകരണത്തോടെ ചാലക്കുടി പള്ളിയിൽ രോഗീ സംഗമം നടത്തിക്കൊണ്ട് രോഗീ ദിനാചരണം എന്ന പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഹൃദയ പാലിയേറ്റീവ് കെയറിൻ്റെ നേതൃത്വത്തിൽ ഓരോ ഇടവകകളിലും
രോഗീദിന സംഗമങ്ങൾ സംഘടിപ്പിക്കുവാനും അതിനാവശ്യമായ ഡോക്ടർ, നഴ്സ്, ആംബുലൻസ്, മറ്റു സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കുവാനും ഹൃദയയ്ക്ക് സാധിച്ചു വരുന്നു. കിടപ്പ് രോഗികളിൽ കൂടുതൽ പരിചരണം ആവശ്യമുള്ളവർക്ക് ശുശ്രൂഷ നൽകാൻ പേരാമ്പ്രയിൽ ബഹുമാനപ്പെട്ട ജോസഫ് പാലത്തിങ്കലച്ചൻ നൽകിയ തറവാട്ട് ഭൂമിയിൽ കയ്പമംഗലം ഇടവകയിലെ ശ്രീമതി മേരി ലിഗോരി നൽകിയ 60 ലക്ഷം രൂപയും മറ്റ് ഉപകാരികൾ നൽകിയ സംഭാവനകളും കൊണ്ട് ഹൃദയ പാലിറ്റീവ് കെയർ ഹോസ്പിസ് പൂർത്തീകരിക്കപ്പെട്ടു. 2023 ജനുവരി 23-ാം തീയതി തറക്കല്ലിട്ട് നിർമ്മാണം ആരംഭിച്ച് 2023 ജൂലൈ 10-ാം തീയതി ആദ്യഘട്ട വെഞ്ചിരിപ്പ് നടത്തുകയും 2023 ഒക്ടോബർ 14-ന് രോഗികളെ കിടത്തി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പേരാമ്പ്ര ഹൃദയ പാലിറ്റീവ് ഹോസ്പിസ് സെന്റർ ഇന്ന് വേദനിക്കുന്ന ഒരുപാട് പേർക്ക് ആശാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഹൃദയ പാലിയേറ്റീവ് കെയറിൻ്റെ ജൈത്രയാത്രയ്ക്ക് ചാലകശക്തിയായി ഹൃദയയുടെ കൂടെയായിരിക്കുന്ന സുമനസ്സുകളെ കോർത്തിണക്കിക്കൊണ്ട് അഭിവന്യ മാർ പോളി പിതാവിൻ്റെ അനുഗ്രഹാശിസുകളോടെ 60 അംഗങ്ങളടങ്ങുന്ന ഹൃദയ അഡ്വൈസറി ബോർഡ് രൂപീകരിക്കപ്പെട്ടു. 6.5 വർഷത്തെ ഹൃദയയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ തോമസ് കണ്ണമ്പള്ളി അച്ഛൻ ട്രാൻസ്ഫർ ആവുകയും 2024 ജനുവരി 18-ന് ഹൃദയ പാലിയേറ്റീവ് കെയറിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഫാദർ ഷാജു ചിറയത്തും ഫിനാൻസ് ഓഫീസറായി ഫാദർ ജോസഫ് മാളിയേക്കലും പേരാമ്പ്ര ഹോസ്പീസ് വർക്കിംഗ് ഡയറക്ടറായി ഫാദർ റിൻഡോ തെക്കിനേത്തും ചാർജ് എടുത്തു. ഇപ്പോഴത്തെ ട്രസ്റ്റ് അംഗങ്ങൾ: ചെയർമാൻ മാർ പോളി കണ്ണുക്കാട്, പ്രസിഡന്റ് മോൺസിഞ്ഞർ ജോസ് മാളിയേക്കൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്ത്, ഫിനാൻസ് ഓഫീസർ ഫാദർ ജോസഫ് മാളിയേക്കൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ റിൻഡോ തെക്കിനേത്ത്, ഫാദർ ലിജോ കോങ്ങോത്ത്, ഫിനാൻസ് ഓഫീസർ ഡയസിസ് ഓഫ് ഇരിങ്ങാലക്കുട ഫാദർ ആൻഡു ആലപ്പ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ എന്നിവരാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഹൃദയ അതിൻ്റെ ചൈത്രയാത്ര തുടരുന്നു.